എന്ന് എനിക്കൊരു ധാരണയില്ല. എങ്കിലും ഒരു 10-40ഓളം ആൾക്കാർ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഞാൻ. എങ്കിലും കുഴപ്പമില്ല. വളരെ സന്തോഷമുണ്ട്. ഫുള്ളാണ്. എന്തായാലും ഈ ഒരു സുദിനത്തിൽ എനിക്ക് വന്ന് ചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഏകദേശം QVM RCയുടെ 50 വർഷം കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു ആ ഒരു സമയത്തിന് തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണം എന്നുള്ളതില്ല. പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് എന്നെ ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ളതാണ്. ഞാൻ ശരിക്കും വന്നെന്നൊരു ഒരു ക്ലാസ് ആയിട്ട് എടുക്കാനോ നിങ്ങളെ പഠിപ്പിക്കാനൊന്നല്ല വന്നിരിക്കുന്നത്. ശരിക്കും ഞാനൊരു സൗഹൃദം നിങ്ങളിൽ നിന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് എൻ്റെ രീതി. അപ്പം നിലവിലെ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പ്രവാസികളാണ്. പ്രവാസ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൻ്റെ പല ടേസ്റ്റുകളും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നൊരു സന്ദർഭമാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി? ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിലവിലെ പ്രവാസ ജീവിതം നടക്കുന്ന പല ആൾക്കാരുടെയും പ്രയാസങ്ങൾ ഞാൻ കാണുകയുണ്ടായി. ഒരു 4 ചുവരുകൾക്കിടയിലും അങ്ങനെ ഒന്നും ലൈഫ് അങ്ങനെയാണ്. ജോലിക്ക് പോവുക, വരിക, കിടന്നുറങ്ങുക, എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കുക, അങ്ങനെ ഒരു ലൈഫ് മാത്രമാണ് പ്രവാസ ജീവിതത്തിൽ എല്ലാവരെയും കണ്ടത്. പക്ഷേ ഒരുവിധം ഫാമിലി ആയിട്ടുള്ളവർക്ക് അവർക്കൊരു ലിമിറ്റേഷനുണ്ട്. കുട്ടികളെ അവരുടെ ലൈഫ് എങ്ങനെയാണ്, ഒരു ഫാസ്റ്റ് ലൈഫാണ് ഇവിടെ. അപ്പം കണ്ടിടത്തോളം ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തുടങ്ങാം. ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും, നിങ്ങൾക്ക് അതേപോലെ എൻ്റെ അടുത്തും കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ നിലവിലെ സാഹചര്യത്തിലെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ജീവിതം ശരിക്കും എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? നിങ്ങൾക്ക് 2-3 പേർക്ക് മാത്രം ഇതിൽ പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷയങ്ങളിലോട്ട് വരാം. നമ്മൾ ശരിക്കും ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയും. എങ്ങനെയാണ് നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നത്? ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അതൊന്ന്. രണ്ടാമത്തെ ഒരാള് ടൈം യൂസ് ചെയ്യുക. അടുത്തത് സന്തോഷങ്ങൾ കണ്ടെത്തുക. ഈ സന്തോഷം കണ്ടെത്തുക, ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക, പണിയെടുക്കാതെ ജീവിക്കുക. ഇത് മാത്രം മതിയോ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ളത്? ഇത് മാത്രം മതിയോ? നമ്മൾ എപ്പോഴും ആരോഗ്യവാനായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു ആരോഗ്യമില്ലാത്ത വ്യക്തിയുടെ അടുത്ത് പോയാൽ, ആരോഗ്യം ഇല്ലാത്ത വ്യക്തിയുടെ അടുത്ത് പോയാൽ അദ്ദേഹം നമ്മളെ കാണുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ പോലെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആശ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, അല്ലേ? അതെന്തെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവന് ആരോഗ്യത്തിൻ്റെ വില അറിഞ്ഞുകൂടാ. അതാണ് സത്യം. അപ്പോൾ ആരോഗ്യമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പറയേണ്ടത് അൽഹംദുലില്ലാ, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം ആരോഗ്യം കൂടെ ഉണ്ടാവത്തില്ല. നമ്മൾ ജനിച്ച കൂടെ തന്നെ ആരോഗ്യം കൂടെ വരുന്നില്ല. ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നമ്മുടെ ഏതെന്ന ജീവിത രീതി കൊണ്ടാണ് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഞാൻ ഇതിൽ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഇല്ല. 2 നേരം കഴിക്കുന്നവർ എത്ര പേരുണ്ട്? രണ്ട് നേരം മാത്രമേ ഉള്ളൂ? ചായ, പരിപ്പുവട അങ്ങനെയൊന്നുമില്ലല്ലേ? അത് തീർത്തും വിശ്വസിക്കുകയാണ്. 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേരുണ്ട്? 4 നേരം ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേരുണ്ട്? 5 നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇത്രയും സ്ത്രീകൾ കൈപൊക്കിയിട്ടില്ല. അവർക്ക് 5, 8, 10 ഒക്കെ ചോദിക്കേണ്ടി വരുന്നതാണ്. സ്ത്രീകളുടെ എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ പാർട്ട്ണർ പാകിസ്ഥാനിയാണ്. സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ മുമ്പിലല്ല, ആ ഒരു വീട്ടിനകത്താണ് ഭക്ഷണം കഴിക്കുന്നത്. അത് വെളിയിൽ അറിയാൻ പറ്റില്ല അവർ കഴിക്കുന്നത്. നമ്മളെക്കാളും കൂടുതൽ കഴിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ക്യാച്ച് ചെയ്തിരിക്കുന്നു. അപ്പം പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അറിയേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ പ്രായം, ഈ പ്രായത്തിനെ കുറിച്ച് ചില സയൻസും അതിനെ സയൻറ്റിഫിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ 30 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് എന്ന് തോന്നുന്നു, അല്ലേ? ഇതിലെല്ലാവരും 30 വയസ്സിന് താഴെയാണ്. ഒരു മോള് മാത്രമേ ഉള്ളൂ, അത് പോട്ടെ, കുഴപ്പമില്ല. അപ്പം ഒരാളുണ്ട്, 1-2. അപ്പം
30 താഴോട്ടുള്ള ചെറുപ്പക്കാരും 30 മേളിലോട്ടുള്ളതാണ് കൂടുതലും, ഏകദേശം 95% അല്ലെങ്കിൽ 99% ആൾക്കാർ ഇതിലുള്ളത്. അപ്പം 30, 35, 40 വയസ്സുകളിലോട്ട് പോയാൽ എന്താ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ ജീവിതഭാരമാണോ നിങ്ങളെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങളുടെ തിരിച്ചു പോകാണ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ജീവിതഭാരമാണോ എൻജോയ് ചെയ്യുന്നത്? അത് ആ ജീവിതത്തിൽ ഭാരങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? ശരിക്കും ജീവിതഭാരമായിട്ടല്ലേ നിങ്ങളെല്ലാവരും പോകുന്നത്? നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരു കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ബാധ്യതകളുള്ളവരാണ് നമ്മളെല്ലാവരും. കാരണം നമ്മളൊരു സോഷ്യൽ ഫാമിലി എല്ലാവരും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക്. അപ്പം നമ്മൾ ലൈഫിൽ നമ്മൾ ഭക്ഷണ രീതിയിൽ ഏതൊക്കെ, ഇപ്പം നമ്മൾ ബിരിയാണി കഴിച്ചു, പായസം കഴിച്ചു, വേറെ എന്തൊക്കെ കഴിച്ചല്ലോ, എന്തല്ലേ കുറേ സംഭവങ്ങൾ കഴിച്ചു, എല്ലാവരും സന്തോഷവരായി എന്ന് മനസ്സിലായി. പക്ഷേ ശരിക്കും ഞാനും നിങ്ങളോട് ബിരിയാണി കഴിച്ചു, പായസം കൊടുക്കാൻ നേരത്ത് നിങ്ങൾ പായസം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് പിന്നീട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് ശരിക്കും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമാണോ ശരിക്കും? ഇത് ഈ ഭക്ഷണം നമുക്ക് കഴിച്ചാൽ ഹെൽത്തി ആണോ? നിങ്ങൾക്ക് പറയാം, ഈ ബിരിയാണി കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ഹെൽത്തി ആണോ? ആർക്കൊന്നും പറയില്ലേ? ഇതിപ്പോ പറയുമ്പോ കൊന്നാ പാവം തിന്നാ തീരുന്ന് പറയും പോലെയാണ്. വിശപ്പ് തീർന്നു. പക്ഷേ നിങ്ങൾ കഴിച്ചത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇതല്ല എന്നൊക്കെ തന്നെ പറയും. പക്ഷെ ടേസ്റ്റിലല്ലേ കാര്യം. അപ്പൊ എന്താ, ടേസ്റ്റിലാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ടേസ്റ്റ് ഇല്ലാതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാണ്, പുരുഷന്മാർക്ക് ഇനി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലോട്ട് വരാം. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് പറയാം? ഷുഗർ ഒന്നായിട്ട് പറഞ്ഞു. ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ പ്രഷർ, ബ്ലോക്ക്. ഇപ്പം ബ്ലോക്ക് ഇപ്പം ആയി, ബ്ലോക്ക് ഒരു സ്ഥിരമായി. അടുത്തത് എന്താണ്? യൂറിക് ആസിഡ്. പറയട്ടെ. ഹെറണിയ. വരട്ടെ. ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. ഇതൊക്കെ ഉള്ളവരാണോ? അപ്പം ഇതൊക്കെയാണ് ഫാറ്റി ലിവർ, ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെ മുട്ടുവേദന, കാലുവേദന, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇത് വരാനുണ്ടായ കാരണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല വിഷയങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞ് എത്ര മണി വരെ ഉണ്ട് നമുക്ക്? 4 മണി വരെ ഞാൻ സംസാരിക്കണം എന്നൊന്നുമില്ല അല്ലേ? അത്രയൊന്നും എനിക്ക് പറ്റത്തില്ല. അതെ. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തീർക്കണം. അപ്പം ഇതിനെക്കുറിച്ച് ഈ ധാരണകൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോരോ കുടുംബത്തിലുള്ള ഓരോരോ ആൾക്കാർ നമ്മളിൽ തന്നെ പുതുതായിട്ട് വന്നുണ്ട്. കൊളസ്ട്രോൾ ആവാം, പ്രഷർ ആവാം. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഗുളിക കഴിക്കേണ്ട എണ്ണം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? ഇതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പം ഇതിൽ ഞാൻ ചോദിക്കാനും ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇതിലുള്ളവർ, ഈ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇതിലുണ്ടോ? കൊളസ്ട്രോൾ ഉള്ളവരുണ്ടോ? ഷുഗർ ഉള്ളവരുണ്ടോ? പ്രഷർ ഉള്ളവരുണ്ടോ? എല്ലാം ഉണ്ടല്ലേ? ട്രോഫികളാണല്ലോ മൊത്തത്തിൽ. ഓക്കെ. അപ്പം ഷുഗർ ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നൊക്കെ നേടാൻ പറ്റും. അതാണ് ആ വിഷയത്തിലോട്ടാണ് ഞാൻ വരുന്നത്. ശരിക്കും ഞാൻ അക്ബർ സാഹിബ് എൻ്റെ അടുത്ത് ചോദിക്കും, മാഷേ 25 വർഷമായി ഷുഗർ പേഷ്യന്റ്, കൺട്രോളായിട്ട് പോകുന്നുണ്ട്. ഞാൻ അക്ബർ സാഹിബിനോട് പറഞ്ഞു, മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഷേ ഏത് ടോപ്പിക്സാണ് നമുക്ക് ഞാൻ പറയാം ഡയബറ്റിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡയബറ്റിക്ക് വേണ്ട, നമുക്ക് മറ്റുള്ള രീതിയിൽ അവരെ ഒന്ന് കാണാം, ഇത് കേട്ട് പഠിത്താം. ഇനി ഞാനൊരു കാര്യം, ഇന്നത്തെ വിഷയം എനിക്ക് തോന്നുന്നു ഡയബറ്റിക്കിനെ കുറിച്ചായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുറേ വിഷയങ്ങൾ നമ്മൾ ആരോഗ്യപരമായിട്ട് സംസാരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. എന്താണ് ഡയബറ്റിക്? എന്തുകൊണ്ടാണ് ഡയബറ്റിക്? ഇതിനെക്കുറിച്ച് വിവരമായിട്ട് നിങ്ങൾക്ക് പറയുന്നവരുണ്ട്. എന്താണ് ഡയബറ്റിക്? എന്തുകൊണ്ടാണ് ഡയബറ്റിക് വരാനുള്ള കാരണം അറിയാവോ നിങ്ങൾ? ഇൻസുലിൻ ഉൽപാദനം കുറയുന്നു. എന്താണ് ഇൻസുലിൻ ഉൽപാദനം കുറയാനുള്ള കാരണം?
പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷം. ഈ പഞ്ചസാര എന്ന് പറയണത് എന്താണ്? വൈറ്റ് പോയിസൺ എന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. അതാണ്. നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരാണ്, നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്താണ് ഷുഗർ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ വൈറ്റ് പോയിസൺ ആണ്. വൈറ്റ് പോയിസൺ എന്തിനാ ഇത് അറിഞ്ഞിട്ട് ചായയിലിട്ട് കുടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പോയിസൺ അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ആ നിലയിൽ മാത്രമാണ്. അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ ചോറ് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, അന്നജം അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന്. ഈ പറയുന്ന വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് അത് ഏത് ഇതിൽപ്പെട്ടതാ? കാർബോഹൈഡ്രേറ്റ് ആണോ, അത് അന്നജമാണോ, അത് ഗ്ലൂക്കോസ് ആണോ? എന്താണ് അതിനെ പറയാ? ഗ്ലൂക്കോസാ. നമ്മൾ കഴിക്കുന്ന രീതികളെ കുറിച്ച് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റിൻ്റെ ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. നമ്മൾ കഴിക്കുന്ന 3 ടൈപ്പ് ഓഫ് ഭക്ഷണ രീതികളാണ്, 3 കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. ഒന്ന് ഫാറ്റ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, പിന്നെ പ്രോട്ടീൻ. ഇപ്പം നമ്മൾ കഴിച്ചതിൽ ഇതൊക്കെ തന്നെയാണ് കഴിച്ചിരിക്കുന്നത്. പഞ്ചസാര അതെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ലെവല് ഹൈ ആയിരിക്കും. അപ്പോൾ ഒരു സാധാരണ പറയുമ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഏജിങ്ങിൽ നമ്മളെല്ലാവരും ഏജിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഏജിങ്ങിൽ പോകുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്പെയർ പാർട്സുകൾക്കും അതിൻ്റെതായ എക്സ്പയർ ആവുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പയർ ആവുന്ന ഈ പറയുന്ന അവയവങ്ങളെ നമ്മളെ എങ്ങനെ ഉത്തേജിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? നമുക്ക് തിരിച്ച് ഈ സ്പെയർ പാർട്സിൻ്റെ എക്സ്പയർ ആണ് നമുക്ക് ഈ പറയുന്ന ഡയബറ്റിക്കും കൊളസ്ട്രോളും പ്രഷറും ആദ്യം ഇതൊക്കെ വന്ന് കയറുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് റിവൈൻഡ് ചെയ്യുക, ഇതെങ്ങനെ നോർമലാക്കാൻ പറ്റും, എങ്ങനെ ക്യൂറാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? മസിൽ സ്ട്രെങ്ത് കൂട്ടുക. ഓക്കെ, അടുത്തത് വേറെ എന്താണ്? ഐസ്ക്രീം കഴിക്കുക, ഡയറ്റ് കഴിക്കുക, പിന്നെ ക്വാളിറ്റി ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഞാൻ ക്വാളിറ്റി ഫുഡിനെ കുറിച്ച് പറഞ്ഞാൽ ഈ കടക്കാരനെ ഞാൻ പൂട്ടും പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ച് ഞാനതൊന്നും പറയുന്നില്ല. അപ്പം നിലവിലെ സാഹചര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കഴിക്കുന്ന 3 ടൈപ്പ് ഓഫ് ഭക്ഷണമാണ് നമ്മൾ എവിടെ ചെന്നാലും കഴിക്കുക. അതിൽ ഏത് ടൈപ്പ് ഓഫ് നിങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് ആയാലും എന്തായാലും നിങ്ങൾ കഴിക്കുക. ഇങ്ങനെയാണ് പോകുന്നത്. അത് എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഈ ഭക്ഷണം ഏതാണ്, ഫാറ്റ് ആയിട്ടുള്ള ഭക്ഷണം ഏതാണ്, പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണം ഏതാണെന്ന് തിരിച്ചറിയാൻ പഠിക്കുക. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ട്രിക്കി വേ. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇനി ഡയബറ്റിക് ആവാനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. സാധാരണ എന്ന് വെച്ചാൽ ഡയബറ്റിക് എന്ന് പറയുമ്പം നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്ന പറയുമ്പം ബീറ്റാ സെല്ല് എന്ന് പറയുന്ന സംഭവമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ചില ടൈപ്പ് 1 ഡയബറ്റിക്കുണ്ട്, ടൈപ്പ് 2 ഡയബറ്റിക് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ജനറ്റിക്കലായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ ആൻറ്റി വൈറസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് പോയാൽ അതിന് ആൻറ്റി വൈറസ് ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിനെ നമ്മളെ ബോഡി തെറ്റായി ധരിച്ചുകൊണ്ട് അതിനെ ടോട്ടൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ക്രമേണ നമ്മളെ ശരീരത്തിൽ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് ലോഡായി വരുമ്പോൾ അതിനെ നിങ്ങളെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ അതിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് പോലും കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് ശരിക്കും അതിൻ്റെ ബീറ്റാ സെല്ലിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കാരണം. എന്ന് പറഞ്ഞാൽ നമ്മളെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് ആവട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആവട്ടെ, ഇതൊന്നും നമ്മളെ ആവശ്യത്തിന് ഈ ഊർജ്ജം നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ കഴിക്കുന്നതെല്ലാം ഊർജ്ജമാണ്. ഈ കഴിക്കുന്ന ഊർജ്ജത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ ഊർജ്ജം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡയബറ്റിക്കിലോട്ട് പോകാം, കൊളസ്ട്രോൾ ആവാം. ഇനി ഈ കൊളസ്ട്രോളും ഡയബറ്റിക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള അവയവത്തിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. ലിവറിന് എത്ര ഫങ്ഷൻ ഉണ്ടെന്ന് അറിയാമോ? ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, നമ്മൾ നിസാർ ഭായി അസ്സലാം. 500ഓളം ഫങ്ഷൻ ഉള്ളതാണ്. അതിന് മെറ്റാബോളിസം എന്നാണ് പറയുന്നത്. 500ഓളം ഫങ്ഷനുള്ള ലിവറാണ് മെയിൻ സംഭവം ചെയ്യുന്നത്, നമ്മളെ ശരീരത്തിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നത്.
ഈ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് നേരെ ചെന്നിട്ട് എന്ത് ചെയ്യും, അത് ഗ്ലൈക്കോജനാക്കും. ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കും. ശരിക്കും തന്നെ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ഇങ്ങനെ മനസ്സിലാക്കും. കാർബോഹൈഡ്രേറ്റ് അന്നജം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ശരീരം സ്റ്റോർ ചെയ്യുന്ന വിധമാണ് ഞാൻ പറയാം. ഇപ്പം ചോറ്, നമ്മൾ ചോറ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കുന്ന സംഭവം എന്ത് കഴിച്ചാലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് വരണം. ഇപ്പം ഫ്രൂട്ട്സ് ഐറ്റംസ് ആയാലും ശരി, നമുക്ക് ഈ പറഞ്ഞ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൽ ഫാറ്റൊന്നും ഉള്ള സംഭവമില്ല. അത് മനസ്സിലാക്കേണ്ട രീതി വേറൊരു രീതിയാണത്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ചോറ് കഴിച്ചാലും ഗോതമ്പ് കഴിച്ചാലും പൊറോട്ട കഴിച്ചാലും ഈ പറഞ്ഞ ഷുഗർ ഐറ്റംസ് കഴിച്ചാലും ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് മനസ്സിലാക്കുക. ഈ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് വെച്ചാൽ ചില ഫുഡുകളിൽ ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും കാർബോഹൈഡ്രേറ്റ്. ഇത് ലോഡ് ചെയ്യുന്ന രീതിയാണ് സംഭവം. നമ്മൾ ലിവറിൽ എന്താ ചെയ്യുക, നേരെ ചെല്ലും. നമ്മളെ ലിവർ ചോറ് കഴിച്ചാലും എന്ത് കഴിച്ചാലും ഇത് നമ്മളെ ഒരു പ്രോസസ്സ് ഉണ്ട്, വയറ്റിനകത്തൊരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ടാമത് ഈ നമ്മളെ ലിവർ എന്ത് ചെയ്യും, ഉടൻ തന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് അങ്ങോട്ട് കയറ്റും. കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് പിന്നെ മാറുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മളെ ശരീരത്തിൽ പ്രവർത്തനം നടക്കണം. നമ്മളെ ശരീരം ഊർജ്ജമായിട്ട് ഉപയോഗിക്കണം. നമ്മളപ്പോൾ എന്താ കിടന്നുറങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കുക, എന്തെങ്കിലും സിനിമ കണ്ട് അങ്ങനെ പോവുക. പക്ഷെ നമ്മൾ ഒരു ദിവസം ഇതിനൊക്കെ കലോറി ബാലൻസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിവർ ആദ്യം കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടാകും. ഈ ഗ്ലൂക്കോസ് എന്താ നമ്മൾ ആവശ്യത്തിനുള്ള എനർജിക്ക് ഉപയോഗിക്കും. അത് പോയിട്ട് ബാക്കിയുള്ള കലോറീസ് എന്ന് പറയും. ഇതിനെ കലോറീസ് എന്നാണ് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് എന്താ ചെയ്യും, നേരെ ലിവറിൽ പോയിട്ട് അത് ലിവർ എന്താ ഫാറ്റാക്കി മാറ്റുന്ന രീതിയാണ്. കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റിയിട്ട് അതിന് ഗ്ലൂക്കോസ് ആക്കി നിർത്തിയിട്ട് നമ്മൾ ഊർജ്ജം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ലിവർ എന്ത് ചെയ്യും, നേരെ ഫാറ്റാക്കിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വയറിൻ്റെ സൈഡ്, നമ്മുടെ ബാക്ക് സൈഡ്, അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും ഫാറ്റായിട്ട് ലോഡ് ചെയ്യും. നമ്മൾ വീണ്ടും നമ്മൾ എക്സസൈസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ ഊർജ്ജം ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലിവർ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ഇതേപോലുള്ള ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പാൻക്രിയാസിൽ ഉൽപ്പാദിക്കുന്ന ബീറ്റാ സെല്ലാണ് ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ കൺട്രോൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യും. 2-3 സയൻറ്റിഫിക്കൽ കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ ഓട്ടം ചാട്ടം അങ്ങനെയൊന്നും ഇല്ലാത്ത സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴെന്താ സംഭവിക്കുന്നത്, നമ്മളിൽ ഷുഗറിൻ്റെ ലെവൽ കൂടും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലിവറാണ് നമുക്ക് ഊർജ്ജം തരുന്നത്. ഈ ലിവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാറ്റാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഫാറ്റിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റാനും പറ്റും, ഗ്ലൈക്കോജനാക്കി മാറ്റാൻ പറ്റും. ഈ ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ, കാർബോഹൈഡ്രേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മളെ ശരീരത്തിൽ ആദ്യം ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധിക നേരം നമ്മളെ ബ്ലഡിലും നമ്മളെ ശരീരത്തിൽ നിൽക്കില്ല. അതിനങ്ങനെ നിൽക്കാൻ പറ്റില്ല. ബ്ലഡിൽ കൂടുതൽ നിന്നാൽ കോശങ്ങൾ നാശപ്പെടും. നമ്മളെ അതാണ് ഇൻറ്റേർണൽ ഓർഗൻസിനെ ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറയണത്. ഈ ഡയബറ്റിക്കുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കിഡ്നി ടെസ്റ്റ് ചെയ്യും, ഹാർട്ട് ഓക്കെ ആണെന്ന് നോക്കും, മാക്സിമം കൊളസ്ട്രോളിനുള്ള ടാബ്ലറ്റ്സ് എടുക്കാൻ വേണ്ടി പറയും. ഇത് എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ ആയിരിക്കും, അങ്ങനെയുള്ളവർ ഇപ്പോൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിവർ എന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിന് ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ അറിയാത്ത മറ്റൊരു സിസ്റ്റം ഉണ്ട്. ലിവർ എന്ത് ചെയ്യും, ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടാകും. ഗ്ലൂക്കോസ് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും, ലിവർ എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസിന് ഇത്ര അവർ മാത്രമേ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ നിൽക്കില്ല, അത് നാശപ്പെട്ടു, കാരണം നമ്മളെ ശരീരത്തിന് ഇല്ലാതാക്കും. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസിനെ നേരെ ഗ്ലൈക്കോജനാക്കി മാറ്റാം. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ to 40 അങ്ങോട്ടുള്ള മണിക്കൂറോളം മാത്രമേ സ്റ്റോർ ചെയ്ത് നിൽക്കൂ. അതിനപ്പുറം നിൽക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യും, നമ്മളെ ഗ്ലൈക്കോജൻ നമ്മളെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും മസിൽസിൻ്റെ ഇടയിലും പല ഭാഗങ്ങളിലും ഗ്ലൈക്കോജനായിട്ട് ലോഡ് ചെയ്യും. ഈ ഗ്ലൈക്കോജൻ നമ്മളെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യും, അത് ലിവർ തിരിച്ച് പിടിച്ചിട്ട് അതിനെ ഫാറ്റാക്കി മാറ്റും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഷുഗർ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ബ്ലഡ് ഷുഗർ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ബ്ലഡിലുള്ള ഷുഗർ ലിവർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, തിരിച്ച് ലോഡ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുക,
ഗ്ലൈക്കോജനെ ഫാറ്റാക്കി മാറ്റുക. ഈ 3 പ്രവർത്തനമാണ് എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിലും എല്ലാ മൃഗങ്ങളുടെ ശരീരത്തിലും നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫാറ്റ് നിങ്ങൾ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ? ഈ ശരിക്കും എന്ന് പറഞ്ഞാൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊർജ്ജത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഈ ഊർജ്ജത്തിനെ തിരിച്ച് നിങ്ങൾ ഏത് രീതിയിലാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ആക്ടിവിറ്റീസും ലൈഫിൽ ഇല്ലാത്തവരാണ്. അപ്പോൾ എന്താ, ഈ ഫാറ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ലിവറാണ്. നമ്മൾ വയറ്റിലും ആ ഭാഗത്തും പല ഭാഗങ്ങളും. അതേപോലെ തന്നെ വെസറൽ ഫാറ്റിനെ കുറിച്ച് അറിയാമല്ലോ. വെസറൽ ഫാറ്റ് ഇൻറ്റേർണൽ ഓർഗൻസിന് ചുറ്റിയിരിക്കുന്നതാണ് വെസറൽ ഫാറ്റ്. അതേപോലെ തന്നെ എക്സ്റ്റേണലായിട്ട് ഫാറ്റും ലോഡ് ചെയ്തിരിക്കും. ഇത് ഇത്രയും ഓവറായിട്ട് ലോഡായിരിക്കും. എന്നിട്ട് നിങ്ങളെന്താ, ഫുഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ധാരാളം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രോസസ്സാണ് എവറി ഡേ നടന്നുകൊണ്ടിരിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ എന്താ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ സ്ലോലി ഷട്ട് ഡൗൺ ആയി തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇനി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ നമ്മൾ ഒരു യൂട്ടിലൈസും ഇല്ല. ഈ ബോഡി കൊണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ബോഡി നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോഴല്ലേ ഈ ഊർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ കൂടുതൽ ഊർജ്ജം ലോഡായിരിക്കുക. അപ്പോൾ എന്താ, ഈ ലോഡായ ഊർജ്ജത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതാവുമ്പോഴെന്ത് ചെയ്യാം, നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഡാമേജ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ആ ഡാമേജിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പറഞ്ഞ് ഡയബറ്റിക്കിലോട്ട് പോകുന്നത്. അതിനെ പ്രീ ഡയബറ്റിക്കൽ എന്ന് പറയും. ഇവിടെ ആരെങ്കിലും പ്രീ ഡയബറ്റിക്കൽ പോയിട്ടുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഡോക്ടേഴ്സ്? പ്രീ ഡയബറ്റിക്കൽ ഡയബറ്റിക്കിലോട്ട് ആവാൻ പോകുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ഡയബറ്റിക്കിലോട്ട് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ആൾക്കാരെ ക്യൂറാക്കാൻ പറ്റും, അയാൾ തിരിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഡയബറ്റിക്കിലോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഇല്ലെന്ന് പറയുമ്പം ഫാസ്റ്റ് ബ്ലഡ് ടെസ്റ്റും ഉണ്ട്, ഫാസ്റ്റിങ്ങിലുള്ള ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. ഈ ടെസ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പറയുന്നത് ഇയാൾ ഡയബറ്റിക്കലായെങ്കിൽ ഓൾറെഡി നമ്മളെ ഇൻറ്റേർണൽ പാൻക്രിയാസ് ഡാമേജ്ഡ് ആണ്. അത് റീവൈൻഡ് ചെയ്യാൻ പാടാണ്, കാരണം ഓൾറെഡി അത് നാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എന്താ, പാൻക്രിയാസിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമ്മളെന്താ ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ കൊടുക്കണം. എന്നാലും മാത്രം മാനേജ് ചെയ്യാൻ പറ്റൂ. ഈ ആർട്ടിഫിഷ്യൽ ഈ ഇൻസുലിൻ കൊടുത്തിട്ട് പോലും നമ്മൾ എക്സസൈസും ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കും ഇൻസുലിൻ ചെയ്താൽ സോൾവായി. പക്ഷേ ഈ ഊർജ്ജം കഴിച്ചേക്കാൻ എന്താ യൂസ് അല്ല, ഇത് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ കബളിപ്പിക്കുക നമ്മളെ ശരീരത്തിനെ. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഓവർ ലോഡായിക്കൊണ്ടിരിക്കുമ്പോഴെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ നാശപ്പെടലാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ശരീരത്തിൽ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഇത് ചെറിയൊരു വിഷയമല്ല. അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഭക്ഷണ രീതിയാണ്. നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ഭക്ഷണ രീതി നിയന്ത്രണമാക്കുക. ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കലോറി എന്താണ്, പ്രോട്ടീൻ എന്താണ്, ഫാറ്റ് എന്താണ്, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയാൽ ഇത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ജിമ്മിലൊക്കെ പോയി വരുമ്പോൾ അവിടുത്തെ കോച്ചന്മാരുള്ള കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഭക്ഷണ രീതി മനസ്സിലാക്കി ഭക്ഷണം കഴിച്ചാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ പറ്റും. രണ്ടാമെന്ന് പറഞ്ഞാൽ എക്സസൈസ്, വ്യായാമം. സമയമുണ്ടോ? എക്സസൈസ് എന്തിനാണെന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്തിനാണ് നമുക്ക് അത് പറയാൻ പറ്റില്ലേ? എക്സസൈസ് എന്തിനാണ്? എക്സസൈസ് എന്താണ്? നോർമൽ ആക്ടിവിറ്റീസ് അല്ല. ആക്ടിവിറ്റീസ് ഉള്ളതാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ആക്ടിവിറ്റീസ് തന്നെ. ഇതെല്ലാം ആക്ടിവിറ്റീസ് തന്നെ. എക്സസൈസ് എന്താണ്? കാലോറി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ഇതില്ല. എക്സസൈസ് എന്തെന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ശരീരത്തിനെ തിരിച്ച് റിവാൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആൻറ്റി ഏജിങ് ആണ്. നമുക്കൊരു എൻഡിങ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും മരണമല്ലേ. അപ്പോൾ നമ്മൾ മരണിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അടുപ്പിച്ചുകൊണ്ട് വരണം. നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നതിലാണ്. നമുക്ക് ആൻറ്റി ഏജിങ് ഉണ്ട്. അതിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യായാമം, അധ്വാനം കൊണ്ടാണ്. നമ്മളെ ശരീരത്തിൽ ഈ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഡാമേജ് ആക്കുന്ന സിസ്റ്റമാറ്റിക് എങ്ങനെ വന്നെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നല്ലോ. അത് മനസ്സിലായില്ലേ? അതിന് റിവൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
എക്സസൈസ് നമുക്ക് അറിയാവുന്നുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഇത്രയും കലോറി ബേൺ ചെയ്യണം എന്നുള്ളൊരു ഡെയിലി ലൈഫിൽ ഇത് ഉണ്ടാവണം. എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ ചെയ്തിരിക്കണം. ഇത് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രായമാവുന്നതിൽ നിന്നും വളരെ സാവകാശം മാത്രമേ പ്രായം ആവുന്നത്. കാരണം ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അതിൻ്റെ നാശമാണ്, അല്ലെങ്കിൽ അതിനെ വളരെ ഡാമേജ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഏജിങ് എന്ന് പറയുന്ന സംഭവം. കാരണം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ പല പാട്ടുകളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു എക്സസൈസ്, അതേപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണം, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈല്, ഇതൊന്നും മാറ്റിയെടുത്താൽ നിങ്ങളുടെ ലൈഫിന് വളരെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പം ഞാനാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനെന്ന് പറയുന്നത്, സംസാരിക്കാൻ കൂടുതൽ വലിയ വിഷയമാണ്. നിങ്ങൾക്ക് തന്നെ പല പല വിഷയങ്ങളുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനൊരു ചാൻസ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നിങ്ങളിലുള്ള ഒരു കുറച്ച് 4-5 ക്വസ്റ്റ്യൻസും കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനനുസരിച്ച് ഉത്തരം പറഞ്ഞിട്ട് ഞാനിത് നിർത്താം. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ആ, ഞാൻ മയക്ക് തരാം. അല്ല അത് ഓപ്പൺ ചെയ്തിട്ട് എടുത്താൽ മതി. അവിടെയുള്ള ആൾക്കാരെ ഇപ്പോൾ വർഷങ്ങൾ, ഇപ്പോൾ 5-10 വർഷമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കിത് പഴയ പോലെ നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇല്ല, ഡയബറ്റിക്കിലോട്ടായ ഇതുവരെ സയൻറ്റിഫിക്കലായിട്ടുള്ള എല്ലാത്തിനും മെഡിസിൻ ഉണ്ടെന്നുള്ളത്, ക്യൂറിങ് എന്നുള്ള ഒരു സംഭവം അത്ര വന്നിട്ടില്ല. ക്യൂറിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ അത്രത്തെ ആ ലെവലിലോട്ട് ശാസ്ത്രീയമായിട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഡയബറ്റിക് ആയ ഒരാളിനെ ക്യൂർ ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം എന്താ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം ക്യാൻസർ ആയാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോളല്ല, അത് ഓൾമോസ്റ്റ് അതായി. പിന്നെ എന്താ, അത് നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമല്ല, മെഡിസിനുകൾ കൊണ്ട് നിയന്ത്രിക്കുക, അത് പോകുന്നിടത്തോളം പോകും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ അത് മാനേജ് ചെയ്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ക്യൂർ ചെയ്യുന്ന ഒരു ടൈമാണ് പ്രീ ഡയബറ്റിക് എന്നൊക്കെ പറയുന്ന സ്റ്റേജ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റും. ക്യൂർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യൂർ ചെയ്യാൻ പറ്റും. അതിനൊരു ചാൻസ് ഓൾറെഡി ഉണ്ട്. ഇനി രണ്ടാമത് ഏതാണ് ചോദ്യം? ആരെങ്കിലും ഉണ്ടോ? ഓ, ബിലോ അതെ. മെയിൻ്റെനൻസ് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ. ബിലോ മെയിൻ്റെനൻസ് നമ്മുടെ കലോറി കീപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ബിലോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ കലോറി മെയിൻ്റനൻസ് ആണ്. BMA ആണ്. എനർജി കലോറി മെയിൻ്റെനൻസ് BMA ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിന് BMA എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയാം. 2200 ആണല്ലേ നമ്മുടെ വരുന്നത്, അല്ല കലോറി വരുന്നത്. അല്ല യൂസ് എനർജി, ഒരു ദിവസം നമ്മൾ എത്ര കലോറി നമ്മളെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സാധാരണ മനുഷ്യന് 1800 2000 കലോറി മതി എന്ന് പറയുമ്പോൾ സാധാരണ ഡിപ്പെൻസ് ആണ്, ഏജ് അതിനനുസരിച്ചാണ്. അപ്പോൾ അധികം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഊർജം 20% ഊർജം നമ്മൾ തലച്ചോറ് മാത്രം, തലച്ചോറ് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെ ചിന്തകളും കാര്യങ്ങളും തലച്ചോറ് അത്രയ്ക്ക് അധികം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയാതെ നമ്മൾ ഈ ഓർഗൻസ് വർക്ക് ചെയ്യുന്നില്ലേ, അത് വേറൊരു കലോറിയാണ്. പിന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് വേറൊരു കലോറിയാണ്. പോയിട്ട് നമ്മൾ ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, നമ്മളെ ശരീരത്തിൽ ഇത്ര കലോറി ബേൺ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കലോറി, ഇങ്ങനെയാണ് കണക്ക് കൂട്ടണത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 2000, ഒരു നോർമൽ ലൈഫിലുള്ള ആൾ ഏകദേശം 2000 ആയിരിക്കും, അല്ലെങ്കിൽ 2500 ഒക്കെ ആയിരിക്കാം കലോറി അയാൾ മാനേജ് ചെയ്യുക. പക്ഷേ അതിന്റെ താഴെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഫാറ്റ് അടിയൊക്കെ ഒഴിവാവില്ല. അതിൻ്റെ താഴോട്ട് കലോറി മാനേജ് ചെയ്യണം. പക്ഷേ ഉണ്ടാവില്ലല്ലോ. അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുന്നതും സിമ്പിളായിട്ടുള്ള ഭക്ഷണം എടുക്കുന്നത്, ഈ പൊറോട്ട എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അറിയാമല്ലോ, ഹൈലി കലോറിയുള്ള സാധനമാണ്. അത് നമ്മൾ പൊറോട്ട കഴിക്കാത്ത മലയാളികളില്ലെന്നാണ് പറയുന്നത്. ഞാനും പൊറോട്ട ഒക്കെ കഴിച്ചത് എൻ്റെ ശിഷ്യന്മാരെങ്കിലും, അപ്പോൾ അല്ല, എൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ കഴിപ്പിക്കാറുണ്ട്. അവർ സന്തോഷത്തോടെ കഴിക്കുമ്പോൾ ഞാനും സന്തോഷപ്പെടാറുണ്ട്. കാരണം എന്താ, എക്സസൈസ് ചെയ്യുമ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു യവ ശരിയല്ല, യവ എന്നെ ശരിയാക്കി എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആ തോന്നൽ മാറ്റിയെടുക്കുന്നതാണ് അവരെ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷമാണ്. പ്രയാസം എല്ലാം പോയി മറന്നു. അതാണ് ഇവർ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതൊരു നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നൊരു, അത് നിങ്ങളിൽ എല്ലാവരും അക്ബർ സാഹിബിന് വിഷമമില്ലെങ്കിൽ എല്ലാവരും ഒരു ദിവസം ഒന്ന് വിളിച്ചിട്ട് നമ്മൾ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ ഹൈലി കലോറി ഉള്ളത്, ഇപ്പോൾ ഓട്സ് അങ്ങനെയുള്ള സംഭവങ്ങളെന്ന് പറയുമ്പം
ഫൈബർ കൂടുതലായിരിക്കും. കാരണം ഭക്ഷണങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് കാര്യമാണ് പറഞ്ഞു തരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കലോറി മാനേജ് ചെയ്യുന്നതിൽ ഭക്ഷണങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എന്നാൽ കൺട്രോളിലാവും നമ്മുടെ ബോഡി. എന്നാൽ എക്സസൈസ് വേണം. കാരണം എന്ന് പറയുമ്പോൾ ആൻറ്റി ഏജിങ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏജ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഡാമേജ് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും സ്റ്റാർട്ടാവാം. അതിനെ ട്രിഗർ ചെയ്യുന്ന പോയിൻ്റാണ് എക്സസൈസും കാര്യങ്ങളെല്ലാം. ഇനി എന്തെങ്കിലും ഉണ്ടോ സോറി? ഈ അസുഖം നല്ലതല്ല. അസുഖം തീരെ ഇല്ലാത്തവരാണെങ്കിൽ മിക്കവാറും നേരത്തെ പറയാം മടി എന്താ പറഞ്ഞ നേരത്തെ എന്തോ ഒരു അല്ല ഇവിടെ എന്തോ ഒരു ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്താ പറഞ്ഞ അധ്വാനിക്കാതെ ജീവിക്കണം എന്താ പറഞ്ഞല്ലോ പണിയെടുക്കാതെ അതാണ് ഉദ്ദേശിച്ചത്. എന്താണ് ആ അതെ അതെ അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനൊക്കെ ഞാൻ എന്ത് ഉത്തരം പറയണം എന്നുള്ളതാണ്. ഡയബറ്റിക് എന്ന് പറഞ്ഞാല് അതെ ഓൾറെഡി ഞാൻ ഡയബറ്റിക് ഉള്ള എല്ലാരും ഒന്ന് സൈലന്റ് ആണ്. ഇപ്പോൾ ഡയബറ്റിക് ഉണ്ട് ആയിരിക്കും എനിക്ക്. അപ്പൊ നമ്മള് കുറെ മുന്നൊക്കെ അതുപോലെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് പോകണം. പിന്നെ നമുക്ക് ഇങ്ങനെ പക്ഷെ സമയത്ത് നമുക്ക് വിറയിലൊക്കെ വരും. ഒരു വിറയില് അപ്പൊ എന്താണ് കിട്ടുന്ന ആ സമയത്ത് എത്ര കഴിച്ച മതിയായില്ല. ഗുളിക മാറ്റി. പക്ഷെ ഇപ്പൊ ആ വിഷയമല്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ മാസങ്ങള് ഓരോ ദിവസം നോക്കുമ്പോൾ വർക്കൗട്ട് ഉണ്ടെങ്കിൽ നോർമലായിരിക്കും. പക്ഷെ ചില ദിവസങ്ങൾ കൂടി വരും. പക്ഷെ നമ്മളെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം ഒരുപാട് എന്താ പറയാ കൂടുതലായിരുന്നു. 9.5 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പോ 7, 6.8, 7, 7, ടാബ്ലറ്റ് എടുക്കണം. ഇൻസുലിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ? അത് ഇൻസുലിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്ന മിക്ക പേഷ്യൻസുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവർ തന്നെയാണ്. ഞാനെന്താ ചെയ്യാറെന്ന് പറയുമ്പം 5.5 ബിലോ 6 എന്നുള്ള കൺട്രോളാണ്. നമ്മളിപ്പോൾ മെഡിസിൻ എടുക്കണം അല്ലേ, മെഡിസിൻ എടുക്കാതെ ആക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഇൻസുലിൻ എടുക്കാതെ നിലയിലാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെന്തിനാ എക്സസൈസ് പേഴ്സണൽ ട്രെയിനിങ്ങിൽ അങ്ങനെ എക്സസൈസ് അവരെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കി ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലാണ്. കഴിയുന്നിടത്തോളം മെഡിസിൻ ഒഴിവാക്കിയിട്ട് നിങ്ങളെ ശരീരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക്കാണ് ഞാൻ ചെയ്യുന്നത്. അത് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത്രയും വർഷം കുറച്ചിപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഷുഗർ ആണെങ്കിൽ തന്നെ നമുക്ക് വർക്കൗട്ടിലോട്ട് മാറ്റാൻ പറ്റും. പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമേ ക്യൂർ ചെയ്യാൻ പറ്റും. അതല്ല ഓൾറെഡി പിന്നെ ഇൻസുലിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്ന നമുക്ക് വർക്കൗട്ടിലൂടെ ഭക്ഷണം കൺട്രോളിലേക്ക് മാറ്റാൻ പറ്റുന്ന. അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഡയബറ്റിക്കിലോട്ട് പോയി ഞാൻ പറയുന്നു ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ ഡയബറ്റിക് ആണ്. അതിനെ ഇപ്പം എന്ന് പറയുമ്പോൾ സയന്റിഫിക്കലായിട്ട് ഈ ഡോക്ടേഴ്സിന് പോലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മാറ്ററാണ് ഡയബറ്റിക്കിൽ എന്താണെന്ന് പറഞ്ഞാൽ. ഓവർ ഇൻസുലിൻ പ്രൊഡക്ഷൻ ആണ് ഡയബറ്റിക്കിൽ ഉണ്ടാവാൻ ചാൻസ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ടാവത്തില്ല അല്ലേ? ഓവർ ഇൻസുലിൻ പ്രൊഡക്ഷൻ വന്നാൽ അതിൻ്റെ മേലോട്ട് ഗ്ലൂക്കോസ് ലെവല് മേലോട്ട് പോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ലോ ഇൻസുലിൻ പ്രൊഡക്ഷൻ വന്നാലും നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ മേലോട്ട് പോകും. 2-3 പ്രശ്നങ്ങളുള്ളതാണ്. അത് വേറൊരു വിഷയമാണ്. അത് ഞാൻ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല, അത് വേറെ. എനിവേ നിങ്ങളിപ്പോൾ പ്രീ ഡയബറ്റിക്കിൽ ആണെങ്കിൽ മാത്രമേ ക്യൂർ ചെയ്യാൻ പറ്റും. പ്രീ ഡയബറ്റിക് എന്ന് കേട്ടാൽ നിങ്ങൾ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യണം. മതി, ഞാൻ ഇവിടം കൊണ്ട് തീരുമാനിച്ചു, ഞാൻ നാളെ മുതൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പോകാനെന്ന് തീരുമാനം ഇപ്പം എടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഫാദറിനും മദറിനും ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ എന്തായാലും ഈ മക്കൾക്ക് വരാൻ സാധ്യത. അതാണ് തീറ്റിപ്പണ്ടാരങ്ങളായ മക്കളാണ് ഉറപ്പായിട്ടും വരും. അതാണ് എനിക്ക് വന്നത്. എനിക്ക് 26 അല്ല, ഞാൻ തമാശ പറഞ്ഞ. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റായിരുന്നു. ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് 35 വയസ്സായപ്പോൾ തന്നെ ഞാൻ നല്ല ബോഡിയായിരുന്നു അന്ന്. ഡോക്ടർ എൻ്റെ ഒരു സ്നേഹിതനാണ്, മിശ്രിയായിരുന്നു. മിശ്രാലി എന്നപ്പോൾ തന്നെ പറഞ്ഞു, മൊയ്തീൻ എനിക്കിങ്ങനെ ഇത് ഉണ്ടാകാൻ കാരണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇല്ല, സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോഴും സ്റ്റാർട്ടിംഗ് ഉണ്ട്. അങ്ങനെ 500ൻ്റെ ഒരു ഗുളിക പറഞ്ഞത്.
അപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഫാദറിനും മദറിനും ഉണ്ടാണ്ട് രണ്ടാൾക്കുണ്ട് എന്നാ ഉറപ്പാണ് സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗുളിക സ്റ്റാർട്ട് അത് ചെയ്തത്. ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഫാദറിനും മദറിനും ഷുഗർ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 90% ഇത്ര കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി അവർക്ക് ജീനായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാവും. അത് അടുത്ത വെച്ചോ. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫാമിലീസിൽ ഉണ്ടാവുന്ന ജെനറ്റിക്സ് എന്ന് പറയും. ജെനറ്റിക്സ് വേറൊരു ഫാക്ടർ. ഇപ്പം ഹാർട്ട് ഡിസീസ് അല്ല ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് ഡോക്ടർ ചോദിക്കും അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ഉണ്ടോ എന്ന് ചോദിക്കും. ഓഫ് കോഴ്സ് അവർ ജെനറ്റിക് ഡിസൈൻ കോഡിങ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് അവയവത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിൽ നിന്നാണ് നിങ്ങൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതിനകത്താണ് ബീറ്റാ സെല്ലിൽ നിന്നുണ്ടെന്ന് പറയണത്. പക്ഷേ ചില കാര്യങ്ങളും നമ്മൾ DNA റിലേറ്റഡ് ആണ്. DNA RNA ജീന് റിലേറ്റഡ് ആയിട്ടാണ്. അതാണ് നമ്മളെ പുഷ് ചെയ്യുന്നത് നിങ്ങൾ ഏർലി സ്റ്റേജിൽ പോവാം എന്നുള്ളത്, അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കണം. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ശരീരം നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്തിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം സയൻറ്റിഫിക്കലായിട്ടൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ഗോയിങ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് എഗെയിൻസ്റ്റ്. നമ്മൾ പ്രിപ്പയർ സെൽഫ് ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എടുത്താൽ ഓഫ് കോഴ്സ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാനേജ് ചെയ്ത് വെറും ആ ടാബ്ലറ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ ആ ടാബ്ലറ്റ് എടുത്താൽ ലൈഫ് ലോങ് ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് അല്ലേ? ഞാൻ ഇൻസുലിൻ ചെയ്യാൻ ലൈഫ് ലോങ് എടുക്കാൻ തയ്യാറാണ്, ഞാൻ ടാബ്ലറ്റ് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഹീ ഈസ് എ ഡിസേർവ് ദ പേഴ്സൺ. അതിനൊരു മാറ്റം വരത്തില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ക്ലയൻസിന് ഞാൻ എന്ത് ചെയ്യുക, അവരിൽ നിന്നും ഇതിന് വേണ്ടിയുള്ള ടാബ്ലറ്റ്സുകൾ ഒഴിവാക്കുക. കാരണം അവർ ഈ ടാബ്ലറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ തന്നെ പറയും ഇനി എടുക്കണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞാൽ ആ ടാബ്ലറ്റ്സും ഒഴിവാക്കിയാൽ പോരെ. അപ്പോൾ അതാണ് ലോങ് ടൈം ടാബ്ലറ്റ്സ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യുക. നമ്മൾ ക്യൂർ ചെയ്യും, നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിലും അതിനും വഴികളുണ്ട്. ഇത് 2 വഴികളുണ്ടായിട്ട് നമ്മൾ തീരുമാനിച്ചിറങ്ങുന്ന ടാബ്ലറ്റ് കഴിക്കാനാണ്. പിന്നെ ഞാനെന്ത് എന്ന് പറയാനാ. അപ്പോൾ നമ്മളിതെന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവായിട്ടുള്ള ഭക്ഷണം, ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം, ഇതൊക്കെയാണ് നമ്മളെ ലൈഫിൽ നല്ലൊരു എൻജോയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യത്തെ എന്താ അധ്വാനിക്കാതെ ജീവിക്കാനാ. പുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അധ്വാനിക്കാതെ ജീവിക്കണമെങ്കിൽ നമ്മളെ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി. അത് ശീലമല്ലേ. അതാണ് മനസ്സിലായത്. നമ്മൾ ഇപ്പം ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന BMI ടെസ്റ്റ് എന്നൊക്കെ പറയാതെ നിങ്ങളെ ശരീരത്തിൻ്റെ ഹൈറ്റ് വെയിറ്റ് നിങ്ങളെ ഇത്ര മാനേജ് ചെയ്യാന്നുള്ള സിസ്റ്റമാറ്റിക് ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലാണെങ്കിൽ ഇപ്പം ഈ ബോഡിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടോ? അല്ല, അങ്ങനെ തന്നെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? അത്ര മതി, കഴിച്ചാൽ മതി, അങ്ങനെ മാനേജ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടിട്ട് ചാടി വീണ് കഴിച്ചാൽ കുറച്ച് വയറിറങ്ങുമ്പോൾ എന്താ അല്ല 3 നേരം കഴിക്കണമെന്ന് പറഞ്ഞേ. അപ്പൊ സത്യങ്ങളെല്ലാം പുറത്തുനിന്ന് തുടങ്ങി. അതുമല്ല വയറ്റില് കൊക്കപ്പുഴു വല്ല ഉണ്ടായിരിക്കുന്ന തോന്നുന്നു. പിന്നെ വൈകിട്ട് വല്ല സമൂസ അങ്ങനെ എന്തെങ്കിലും ചായ കുടിക്കും. ഞാൻ ക്ലാസ് കുറെ കേൾക്കുന്നതാണ്. എനിക്ക് ഇപ്പം ഈ മാഷ കൂടെ 2 വർഷമായിട്ട് നമ്മൾ സൈതാലിക്ക ജാഫർ ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങൾ 10-50 പേരുണ്ട് 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ്. അപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ഞാൻ പറയും. എനിക്കും ഷുഗറുള്ള ആളാണ്. ഞാൻ ശരിക്ക് പിന്നെ രണ്ട് നേരം ടാബ്ലറ്റ് കഴിച്ചിരുന്ന ആളാണ്. അത് ഞാനിപ്പോൾ 1 നേരമാക്കി. ചിലപ്പോൾ അത് കഴിക്കാറുമില്ല. കാരണം എൻ്റെ ഷുഗർ ഭയങ്കര ലോ ഷുഗറായിട്ടൊക്കെ വരുന്നത്. കാരണം ഞാൻ ഡെയിലി വെച്ചാൽ എനിക്ക് എക്സസൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പാഷനാണ്. അതിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞാൽ മാഷ് കാരണമാണ് ഞാൻ എത്തിച്ചത്. കാരണം ഞാൻ ഒരു ദിവസം ഇന്ന് ഞങ്ങളുണ്ടായിരുന്നു, ഒരു ദിവസം പോലും സുബഹിസ്കാരം കഴിഞ്ഞാൽ 5 മണിക്ക് ഞാൻ മുന്തസ പാർക്കിലുണ്ടാവും. 1 മണിക്കൂറിൽ കൂടുതൽ 1 മണിക്കൂർ മിനിമം ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട്.
നല്ല കിതപ്പാദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2 റൗണ്ട് ഓടിയാലും എനിക്ക് കിതപ്പില്ല. ഞങ്ങൾ കണ്ടിന്യൂ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള സമയമാണ്. ഞങ്ങൾ കണ്ടിന്യൂ 1 മണിക്കൂറും അതും ഭയങ്കര ഹെവി എക്സസൈസാണ് ഞങ്ങൾക്ക് ഇന്ന് മാഷ് തന്നല്ലേ. ഭയങ്കര ഹെവി എക്സസൈസ് ഞങ്ങൾക്ക് തന്നത്. വർക്കൗട്ട് ഭയങ്കര ഹെവി ആയിരുന്നു. അതെ, ഞങ്ങൾ 500 പറഞ്ഞ് മാഷ് പറഞ്ഞു 500 കലോറി എന്ത് കളയണം എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഹാർഡ് എക്സസൈസാണ് നമുക്ക് തന്നത്. പക്ഷേ ഞങ്ങൾ ആ ടീം ഭയങ്കര ഡെഡിക്കേറ്റഡ് ടീമാണ്. ഞാൻ പറഞ്ഞു പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ മാഷി പറഞ്ഞൊക്കെ നമുക്ക് നമ്മളെ ശരീരം നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ശരീരത്തിലാണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ എനർജി, എൻ്റെ ഉന്മേഷം, ഞാനിപ്പോൾ എൻ്റെ ഏജ് ഞാൻ പറയുള്ളൂ, ഏജ് എല്ലാവരും ചിലപ്പോൾ അറിയാൻ പറ്റും. പലപ്പോഴും ഞാൻ അല്ല കാരണം തരുമോ എനിക്ക് ഞാനല്ല അതിൽ ഞാൻ സ്വയം പ്രൈഡാണ്. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹംദുലില്ലാ. കാരണം പലപ്പോഴും സത്യം വല്ലാഹി പലരും പറയുന്ന പോലെ വയസ്സ് കുറവായിട്ട് എന്തുകൊണ്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസാണ് ഏറ്റവും ബെസ്റ്റ് വേ. എക്സസൈസാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആഴ്ചയിൽ 1 തവണ മാഷോടെ എക്സ്ക്യൂസ് ചെയ്യിക്കും. എന്നിട്ട് ഞങ്ങൾ പൊറോട്ട കഴിക്കും. ഇവരൊക്കെ അതിന് സാക്ഷികളാണ്, ഞാൻ ഒറ്റക്കല്ല, അവരൊക്കെ സാക്ഷികളാണ്. വെള്ളിയാഴ്ച ഞങ്ങൾ പൊറോട്ട കഴിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന്. രാവിലെ ഇന്ന് മത്തിക്കറിയും പൊറോട്ടയും കഴിച്ചു. രാവിലെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 10-25 ആളുണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ അല്ലല്ല, ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നാറില്ല. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇന്ന് ബിരിയാണി കഴിച്ചതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അതിൻ്റെ മുന്നത്തെ കമ്മിറ്റിയുള്ള ബിരിയാണി കഴിക്കും. ബിരിയാണി കഴിക്കാറില്ല ഉച്ചയ്ക്ക്. യാദൃശികമായിട്ട് വല്ല ഫംഗ്ഷൻ വരുമ്പോൾ അന്നേരം നമ്മൾ കഴിക്കും. ഇപ്പോൾ സെയ്താരിക്കാനായിട്ട് അന്ന് അർജൻറ്റീന തോക്കും സ്പെയിൻ ജയിക്കും എന്ന് പറഞ്ഞു മൂപ്പര്. ആ മൂപ്പര് ടീം അർജൻറ്റീന, ഞങ്ങളുടെ ടീം സ്പെയിനിൻ്റെ ജാഫറിൻ്റെ തോറ്റ് പെറ്റു വെച്ച് അന്ന് മൂപ്പര് കൊണ്ട് പാർട്ടി വന്നു. അപ്പോൾ അന്ന് കഴിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും ഒരു മിനിറ്റ് മാഷ് പറഞ്ഞതിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. കാരണം മാഷ് എൻ്റെ ലൈഫ് എന്നെപ്പോലുള്ള ഞങ്ങളെ ഒരുപാട് ആളുകൾ സത്യത്തിൽ ഞങ്ങളുടെ ലൈഫിന് ഭയങ്കര എനർജി. ഇപ്പോൾ എനിക്ക് കിട്ടുന്നൊരു എനർജി, എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, എൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കേ അറിയണുള്ളൂ. അത് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓടുന്നുണ്ട്, ഞാൻ ചാടുന്നുണ്ട്, ഞാൻ കളിക്കുന്നുണ്ട്, ഞങ്ങൾ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സൂംബ കളിക്കുന്നുണ്ട്, ഞങ്ങൾ എയറോബിക് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കബഡി കളിക്കുന്നുണ്ട്, എല്ലാ തരം ഞങ്ങൾ എക്സസൈസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഏജിലുള്ളവർക്ക് അത് പറ്റൂല. പക്ഷേ എന്തുകൊണ്ട് പറ്റുക വെച്ചാൽ പ്രാക്ടീസാണ്. ഈ പറഞ്ഞ മാഷ് പറഞ്ഞ ഡെഡിക്കേഷനാണ്. ഫുഡ് വളരെ കൺട്രോളാണ്. ഈ പറഞ്ഞ പോലെ ഷുഗർ കഴിക്കൽ വളരെ കുറവാണ്. വല്ലപ്പോഴും വല്ലതും കഴിക്കുള്ളൂ. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം മാഷേ, ഇവർക്കൊക്കെ കൂടി വേണ്ടി ചോദിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ പിന്നെ നമുക്കിപ്പോൾ ഈ പ്രവാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സംഭവമാണല്ലോ ഈ സ്ട്രോക്ക്. ഈ സ്ട്രോക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നമ്മുടെ കെട്ടിക്കിടക്കുന്ന പഴയ കൊളസ്ട്രോൾ നമ്മൾ സാധാരണ വ്യായാമം കൊണ്ട് അത് നമുക്ക് കളഞ്ഞ് പോകാൻ പറ്റുമോ ഒന്നത് ഒന്നിച്ച് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും ഞാൻ ഇന്ന് കുറേ നടന്നു, സൂക്കിലേക്ക് നടന്നു, പിന്നെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മളെ വ്യായാമത്തിലേക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ, അവിടെ നമ്മുടെ മറ്റേ ഫാറ്റ് ബാൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ വ്യായാമത്തിന് ഏജ് ഒരു പ്രശ്നമാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് എങ്ങനെ വ്യായാമം ചെയ്യാൻ പറ്റുമെന്നാണ് അറിയേണ്ടത്. പിന്നെ ഒരുപാട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് 2 മണിക്കൂർ ഹാർഡ് എക്സസൈസ് ചെയ്തു, അപ്പോൾ എനിക്ക് എന്ത് ഫുഡും കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒന്നാമത് കാര്യം സ്ട്രോക്ക്. ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരാനുള്ള കാരണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് അടക്കം പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് ഒന്നാമത്തെ ഫാക്റ്റാണ്, ആൻസൈറ്റി രണ്ടാമത്തെ ഫാക്റ്റാണ്. നിങ്ങൾ പ്രവാസികളായിട്ട് നിൽക്കുന്നത് പണത്തിന് വേണ്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പണം ഒരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളെ മറന്നുകൊണ്ട് നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഭാര്യയ്ക്ക്, കുട്ടികൾക്ക്, അച്ഛന്, അമ്മയ്ക്ക്, കുടുംബത്തിന്, വസ്തുവിന്, അടിപിടിക്ക്, ഇതിനൊക്കെയല്ലേ മലയാളി ജീവിക്കണേ. സ്വന്തം ആവശ്യത്തിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ദ്രോഹിക്കുന്നത് നിങ്ങൾ അറിയാതെയാണ്. കാരണം നമ്മുടെ ഒരു കൾച്ചർ നമ്മളെ പരസ്പരം ഒരു കോർഡിനേറ്റിംഗ് ആണ്. നമുക്കത് പെട്ടെന്ന് ഊരി മറയാൻ പറ്റത്തില്ല. അതിനനുസരിച്ചുള്ള ബ്ലഡ് ആണ് പമ്പ് ചെയ്യുന്നത്. ചില സമയം ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. ഈ ബീറ്റിൻ്റെ ഫയർ പോലെ ഒരു പോക്ക് പോകണം, എന്തെങ്കിലും പേടി പോലെയും അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് വീട്ടു പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഫയർ പോലെ പോകുന്ന കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഫോഴ്സാണ്, നമ്മളെ ഹാർട്ടിൻ്റെ ഫോഴ്സാണ് ഈ പോകുന്ന ബ്ലഡ് പമ്പാവുന്നത്. ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോട്ടിങ് ഉണ്ടാവാം. പൊട്ടയാണ് അവിടെ, ആ പൊട്ടിയിട്ട് ക്ലോട്ടിങ് ആവാം. ഇത് അറിയാൻ പറ്റത്തില്ല എല്ലാവർക്കും. അതെന്തോ സംഭവിച്ച് മാറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ
ആൻസൈറ്റിങ് ഇതേപോലുള്ള ഈ ടെൻഷനും ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം നിങ്ങൾ കഴിയുന്നിടത്തോളം എന്ത് ചെയ്യുക, അത്രയും ടെൻഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ എക്സസൈസ് മാത്രം അല്ലെങ്കിൽ ഒരു സാധാരണ നടത്തം അല്ലെങ്കിൽ ഇതൊന്നും ഒരു എക്സസൈസിൽ പെട്ട കാര്യമല്ല. അതിന് എന്ത് ചെയ്യണം എന്ന് പറയുമ്പം നമ്മളെ ട്രെയിൻ ചെയ്യണം, നമ്മളെ ഓർഗൻസിനെ ട്രെയിൻ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത് ഫിറ്റ്നസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മുടെ സ്റ്റഡീസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 2 മിനിറ്റിൽ ഹാർട്ട് റേറ്റിൻ്റെ ലെവൽ ഇത്രയ്ക്കധികം കൊണ്ടുപോകണമെന്നാണ്. ഈ നമ്മളെ എക്സസൈസിൽ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, ഇൻഡ്യൂറൻസ് ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ ഒരു ട്രെയിനിങ് ലെവലൊക്കെ ഉണ്ട്. ഈ ലെവൽ എന്നാൽ ഹാർട്ട് റേറ്റ് നിങ്ങൾ എടുക്കുന്ന ഓക്സിജനും ഡിപ്പെൻസ്ഡ് ആയിരിക്കും. നമ്മളെ കലോറി ബേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര കലോറി ബേൺ ചെയ്ത് നമ്മൾ ബേൺ ചെയ്യുന്ന കലോറി എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ആണ് കേട്ടോ. നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്യുമ്പോൾ എത്രത്തോളം ബ്രീത്തുന്നത്, എത്രത്തോളം ഓക്സിജൻ നമ്മളെ ബോഡിയിലോട്ട് സപ്ലൈ ചെയ്യുന്നു, അത് അവിടെ അല്ല കലോറി ബേണിങ്. അത് സംഭവം റിലാക്സ് ആണ്. ഓക്സിജൻ കുറച്ചൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കോശങ്ങളിൽ ഓക്സിജൻ ചെല്ലും, അപ്പോഴൊരു റിലാക്സ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ അതല്ല, നിങ്ങൾ വെൽ ട്രെയിനിങ് ആയെങ്കിൽ മാത്രമേ നിങ്ങളെ ഇന്റേണൽ ഓർഗൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൺട്രോൾ വരുമ്പോഴാണ് നമ്മളെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലുള്ള ബ്ലഡ് പാസിങ്ങിന് ഇതിനനുസരിച്ച് എന്താ ഒരു പ്രഷർ പോകുമ്പോൾ നമ്മളെ എലാസ്റ്റിക്സിറ്റി പോലെയാണ് നമ്മളെ നെർവ്സ്. അതിങ്ങനെ വലുതാവും, ബ്ലഡ് തിരിച്ചിറങ്ങുമ്പോൾ ചെറുതാവും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിൽ എല്ലാം ചെറിയതും വലുതായിട്ടുള്ള വെയിൻസ് പമ്പായിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. ചില ഭാഗങ്ങളിലുള്ള വെയിൻസിന് വളരെ തിക്കായിരിക്കും. ഈ തിക്കായിട്ടുള്ള സ്ഥലത്ത് വലിയൊരു ബ്ലഡ് പ്രഷർ ചെന്നാൽ എന്താ സംഭവിക്കുക? മേ ബി അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്, ടീയറിങ് സംഭവിക്കുക. അവിടെയാണ് എന്താ സംഭവിക്കുക? ബ്ലഡ് കോട്ടിങ് ഉണ്ടാവാം എന്നുള്ള സംഭവം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറേ മെഡിക്കൽ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഉണ്ടാകുന്നത് ആൻസൈറ്റിങ് ആണ്. കാരണം വെൽ ട്രെയിൻഡ് അല്ല അയാളെ ഇന്റേണൽ ഓർഗൻസ്. ഇപ്പോൾ അറിയാം, കാര്യം ചോദിച്ചാൽ എനിക്കറിയാം എന്താണെന്നുള്ളത്. പുള്ളിയുടെ ടെസ്റ്റൊക്കെ ഞാൻ നോക്കി. അപ്പം പുള്ളിക്ക് ഞാൻ നേരത്തെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇല്ല, പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം ഇരുന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി എന്നുള്ളത്. അതുപോട്ടെ, നമ്മളൊരു ആളാണ്. അപ്പം ഇതാണ് ഫാക്റ്റ് എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഇല്ല, പക്ഷെ നിങ്ങൾ അതേപോലെ ട്രെയിൻ ആവണം. എന്താ നെക്സ്റ്റ് പറഞ്ഞേ? സാധാരണ നടത്തം വ്യായാമത്തിൽ പരിഗണിക്കാമോ? സാധാരണ നടത്തം. ഇപ്പം നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. വീട്ടിൽ നന്നായി ജോലി ചെയ്ത് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ പാത്രമൊക്കെ കഴുകി വെച്ച് തുണിയൊക്കെ കഴുകി, ഞാൻ അധ്വാനിച്ച് എൻ്റെ കലോറി ഞാൻ ബേൺ ചെയ്ത് ഞാൻ കണ്ടില്ല, പുരുഷൻ വരുമ്പോൾ കണ്ടാൽ ഞാൻ കഷ്ടപ്പെട്ടിരിക്കണം കണ്ടില്ലേ എന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ വരുമ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെ ആലോചിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങ് കിടപ്പായി. അപ്പം പുള്ളിക്കാരി ഇത്രയും ചെയ്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നോക്കും, ഇയാൾ എന്നെ ഒന്ന് നോക്കിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ ഒരു ദിവസം ഇയാളെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിരിക്കും. സ്ത്രീകൾ ചെയ്യുന്ന ജോലി കലോറി ബേൺ ഡിപ്പെൻഡ് അല്ല. ഈ നമ്മൾ നോർമൽ ലൈഫിൽ ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എക്സസൈസ് ബോഡിക്ക് നോർമലായി എന്ന് പറയുമ്പോൾ അതിനപ്പുറമാണ് നമുക്ക് ബോഡിക്ക് വേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മളെന്താ ക്രമേണ നമ്മൾ കൂടുതലോ ബോഡിയെ നമ്മൾ ട്രെയിൻഡ് ആക്കുക എന്ന് പറയുന്നത്, നമ്മൾ കൂടുതലും കൂടെ നമ്മൾ പ്രഷർ കൊടുത്ത് ട്രെയിൻഡ് ആക്കിക്കൊണ്ട് വരുമ്പോൾ മാത്രമേ കലോറി ബേൺ ചെയ്യാവൂ. വീട്ടിൽ ചെയ്യുന്ന സാധാരണ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് 2000 കലോറി 3000 കലോറി എടുക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്ന് മനസ്സിലാക്കുക. അവർ ഒരു സമയം കലോറി ബേൺ ചെയ്യുന്ന എത്ര ഹാർട്ട് റേറ്റ് ഡിപ്പെൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പം ഇത്രയൊക്കെ ചെയ്താൽ ചിലപ്പോൾ 500 കലോറി മാത്രമേ ഉള്ളൂ. പക്ഷേ 2500 കലോറി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിൽ ഡെപ്പോസിറ്റഡ് ആണ്. അപ്പോൾ അത് കലോറി ബേണായിട്ട് വരുന്നില്ല, നോർമൽ. അപ്പോൾ അവർ വീണ്ടും എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതങ്ങനെയാണ് ഇതിൻ്റെ രീതി. പിന്നെ മൂന്നാമത്തേതാണ് പ്രായം എന്നുള്ളൊരു പ്രശ്നമല്ല. പ്രായം നിങ്ങൾ സ്വയമായിട്ട്, ഞാൻ പ്രായമുള്ള ആളാണ്, എനിക്കിനിപ്പം ഒന്നും നോക്കേണ്ടതല്ല, ഞാൻ പ്രായം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിർത്തിപ്പോയി എന്നുള്ള ചിന്തയുള്ളവരുണ്ടാവും. പ്രായം എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമത്തിന് പ്രായം ഒരു നമ്പരല്ല. ഇപ്പം ഒരു 10-80 വയസ്സായ അപ്പൂപ്പനോട് ചെന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ ഐ എം റെഡി.
അതുകൊണ്ടൊരു പ്രശ്നമല്ല, ഏജ് ഇത് പ്രശ്നമല്ല. സോ ഏജ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഏജ് എന്നുള്ളത് അവിടെ പ്രശ്നമല്ല വ്യായാമത്തിന്. നിനക്ക് ചെറിയ ഒരു 3 വയസ്സായ കുട്ടിക്ക് മുതൽ 100ൽ കൂടുതൽ വയസ്സായ ആളിന് പോലും എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാം. പക്ഷേ അതിനനുസരിച്ചുള്ള വ്യായാമം, ഓരോരോ ഏജിനനുസരിച്ചുള്ള വ്യായാമം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അവർക്ക് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും കൊണ്ടുപോകും. അതിൽ ഞാൻ ഇവിടെ മാത്രമല്ല, നമ്മൾ കേരളത്തിലുള്ളവർ മാത്രമല്ലോ, എത്ര വയസ്സായ അപ്പൂപ്പന്മാർ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പം മൺവെട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഏജ്? ഏജ് ഒന്നും ഫാക്റ്റ് അല്ല. എന്താണ് അടുത്ത? ആ കിതപ്പ് കൂടുന്നോ? എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും കിതപ്പ് കൂടുന്നത്? എത്ര നാൾ ചെയ്യുമ്പോഴാണ്? ആ എത്ര നാള് ജിമ്മിൽ ചെയ്തപ്പോഴാണ് ഈ കിതപ്പ്? ആദ്യം ചെയ്യുമ്പോൾ 1-2 ആഴ്ച കിതപ്പുണ്ടാവും. ആ ആ ആ നമ്മൾ ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിപ്പം കിതപ്പ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ 2-3 പ്രാവശ്യം എടുത്തെടുത്ത് ചോദിച്ചത്. ഈ ഹാർട്ടിൻ്റെ ബീറ്റ്, നമ്മൾ ഹാർട്ടിന് ഒരു റിതമുണ്ട്, പമ്പിങ് റിതമുണ്ട്. നമ്മളെ മൂവിങ് അനുസരിച്ചുള്ള റിതമാണ്. നമ്മളെ ശരീരം എത്ര ഫാസ്റ്റ് ആവുന്നു അതേപോലെ തന്നെ ഹാർട്ടും പമ്പായിക്കൊണ്ടിരിക്കും. ഹാർട്ടിൻ്റെ പമ്പിങ് നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് സ്ലോലി ആണെങ്കിൽ സംതിങ് റോങ് ആണ്. റിതത്തിന് എന്തോ സംഭവമുണ്ട്. അത് ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഫാക്റ്റ് അത് എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോഴും മനസ്സിലാവാൻ പറ്റും. പക്ഷെ സ്വാഭാവികമായിട്ട് ഗ്രാജുവലി ഇത് നിങ്ങളെ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാജുവലി ഇത് ചെയ്ത് വരുമ്പോഴാണ്. എന്തെങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസ് ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡോക്ടറിൻ്റെ ഇതിൽ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അതിന് നമുക്ക് ഒരു രൂപം പറഞ്ഞുതരാൻ പറ്റത്തില്ല. പക്ഷേ ഈ ആദ്യം പോകുന്ന ആളിന് ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ഒരു നോർമൽ കണ്ടീഷനാണ് ഇത് കിതപ്പുള്ളതെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും കിതപ്പുണ്ടെങ്കിൽ അത് ഡോക്ടർ കാണേണ്ട കാര്യമാണ്. അത് എൻ്റെ കയ്യിലുമല്ല. അപ്പം എല്ലാവർക്കും ഒരുവിധ ബിരിയാണി കഴിച്ചതിൻ്റെ ഇതുപോലെ തന്നെ എല്ലാവർക്കും തൃപ്തിയായെന്ന് തോന്നുന്നു അല്ലേ? കൊളസ്ട്രോളിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അന്നജം എന്ന് പറഞ്ഞാൽ ചോറ് പോലെയുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഭക്ഷണം കഴിച്ചാൽ ഇത് സംഭവിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ലിവർ എന്താ ചെയ്യുന്നത്? ലിവർ മാക്സിമം അന്നജം കിട്ടിക്കഴിഞ്ഞാൽ അന്നജം സ്റ്റോർ ചെയ്യാനുള്ള വഴികളില്ലാതെ ആകുമ്പോഴെന്ത് ചെയ്യും? അത് നേരെ ഫാക്റ്റായിട്ട് നമ്മളെ എക്സ്റ്റേണൽ ഫാറ്റും പിന്നെയുള്ളത് ഇൻറ്റേർണൽ ഫാറ്റും നമ്മളെ ഓർഗൻസിനെ കവർ ചെയ്യുന്ന ഫാറ്റും അതും പോയിട്ട് ബ്ലഡ് ഇതിൽ കൊളസ്ട്രോള് ഈ ഫാറ്റ് കൂടുതലാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്ലഡിലോട്ട് അങ്ങ് വിടും. എവിടെ പൊയ്ക്കോ നമുക്കൊന്നും അറിയണം, നീ എവിടെയെങ്കിലും ചെന്ന് പെട്ടോ എന്നുള്ളതാണ്. അതാണ് നേരെ ഓർഗൻസിൻ്റെ പൈപ്പുകളിലൊക്കെ പോയിട്ട് അടിഞ്ഞുകൂടി ഈ പറഞ്ഞ ക്ലോട്ടിങ് ആവാം, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കായിരിക്കാം, ഇങ്ങനെയൊക്കെ മാറുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ കൊളസ്ട്രോള് ആണ്, അറിയാലോ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം കൊളസ്ട്രോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓവറായിട്ടുള്ള ഭക്ഷണം എടുക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഈ ഡയബറ്റിക് എന്നുള്ള ആൾക്കാർ സ്കെൽറ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മസിൽ ലോസാണ്. അവരെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ട്രെയിൻഡ് ആവണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ചുമ്മാ ഇരുന്നിട്ട് ഇൻസുലിൻ ചെയ്താൽ മസിൽ ഉണ്ടാവില്ല. നമ്മളെ ശരീരത്തിന് ഒരു ഓപ്പോസിറ്റ് ഇത് ഫോഴ്സ് വരണം, അപ്പോൾ മാത്രമേ നമുക്ക് മസിൽസ് ഉണ്ടാവേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ശരീരത്തിന് ഒരു എക്സസൈസ് മസിൽസിന്, അതാണ് പ്രോട്ടീന് ഫാറ്റ് ഇതൊക്കെ പറയുന്നത്. ഡയബറ്റിക് ഉള്ളതായിരിക്കും മസിൽ ലോസ് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഗൻസിൻ്റെ എക്സസൈസ്, വെയിറ്റ് ട്രെയിനിങ് പോലെയുള്ള സംഭവങ്ങളാണ് ഡോക്ടർമാർ സഹിതം പറയുന്നത്. അപ്പം അതിന് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്.
നടത്തം ഡോക്ടേഴ്സ് നടത്തും നല്ലൊരു എക്സസൈസ് ആണെന്നാണ് നല്ലത് തന്നെ നോർമലി നടക്കുക ബ്രിസ്ക് വാക്ക് എന്ന് പറയും. ഒരു എത്ര സമയം വരെ നമുക്ക് ഒരാൾ അരമണിക്കൂറെങ്കിലും നടക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ വാച്ചൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ ലെവൽ, ഇത്ര കലോറി, നമ്മളിപ്പോൾ സാധാരണ ഒരു ദിവസം നടന്നു നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ നടന്നാൽ സാധാരണ നടത്തൽ എത്ര കലോറി ബേൺ ചെയ്യുന്നത് നോക്കാം. ചിലപ്പോൾ 100 കലോറി അല്ലെങ്കിൽ 150 കലോറി ആയിരിക്കും. പക്ഷേ ഇത് പോരല്ലോ. അരമണിക്കൂർ കൊണ്ട് 300 കലോറി ബേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കലോറി മാനേജ്. അത് 350 കലോറിയാണ് അത് എക്സസൈസ്. 400 കലോറി ആണെങ്കിൽ അതാണ് വർക്കൗട്ട്. ആ പറഞ്ഞോളൂ. ആരാ അത് പറഞ്ഞേ? ഞാന് ചിരിക്കുന്നത് നല്ലതാണ്. ആക്കി ചിരിക്കുന്നതുണ്ട്, അറിയാതെ ചിരിക്കുന്നതുണ്ട്. അറിയാതെ ചിരിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ആക്കി ചിരിക്കണത് നടക്കൂല. ഈ ഓടിക്കോ ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണല്ലോ. നടക്കുന്നതും ഓടുന്നതും നല്ലതാണ്, പക്ഷേ നടക്കുന്നതിനേക്കാളും ബെറ്റർ ഓടുന്നതായിരിക്കും നല്ലത്. ഇന്റേണൽ ഓർഗൻസിന്റെ മെറ്റാബോളിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഓട്ടത്തിലാണ്. അത് നമ്മളെ ശരീരത്തിന്റെ ബോഡി വെയിറ്റ് ഒക്കെ ഒരു ഡിപ്പെൻസ് ആണ്. നമ്മൾ എടുക്കുന്ന കലോറി. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇന്ന് ബിരിയാണി എടുത്ത് എത്ര കലോറി വരും പറയാൻ പറ്റുമോ? 65. അപ്പോൾ ഒരു ബിരിയാണി കഴിച്ചോ? 1.5 ബിരിയാണി കഴിച്ചു. 1.5 അല്ല, ഒരു ബിരിയാണി കഴിച്ചു. ഒരു ബിരിയാണിക്ക് എത്ര കലോറി ഉണ്ട്? 450. 2000 കലോറി എടുപ്പിച്ചിട്ടുണ്ട്. ഈ 2000 കലോറി ഇടിച്ചിട്ട് പറഞ്ഞ എത്ര കലോറി ബേൺ ചെയ്യണമെന്ന്. 2000 കലോറി ഒന്ന് നോക്കിയാൽ മതി. നെയ്യ്, മസാല, ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുടച്ചടിച്ചാല് 2000 കലോറി. 500 കലോറിയാണ് ബേൺ ചെയ്തത്. 500 കലോറി ബേൺ ചെയ്തതിന്റെ സുഖം എങ്ങനെയുണ്ട്? സുഖമാണ്. ഇച്ചിരി കഷ്ടപ്പെട്ടല്ലേ? കഷ്ടപ്പെട്ടു. 1 മണിക്കൂർ നല്ല പണി എടുത്ത ആൾക്കാരാണ്. അവരേതാണ്. ഇപ്പം വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ബാക്കി നാളെ ചെയ്യാൻ പറ്റുന്ന. അപ്പം ഇവിടെ 2000 കലോറി കഴിച്ചു. 2000 കലോറി കഴിച്ചിരിക്കുക. ഇനി നൈറ്റ് കഴിക്കാൻ പോവാ. അത് എത്ര കലോറി ആയിരിക്കും? ഡിപ്പെൻസ് ഫുഡ്. ഇതൊക്കെ ആണ് കേട്ടോ. ഈ ബ്ലാക്ക് കോഫി നമ്മളെ എന്താ ബ്രെയിൻ ആക്റ്റീവായി നിൽക്കുന്നതിനും കുറച്ച് ഹാപ്പി മൂഡ് ഉണ്ടാക്കാനൊക്കെ കഫീൻ നമുക്ക് ഉപകാരം ചെയ്യും. അപ്പം ബ്ലാക്ക് കോഫി ലിവറിനെ കുറച്ച് നല്ല ഉപകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് കോഫി. അതിൽ ഈ പാല് ചേർക്കാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ, ഷുഗർ ചേർക്കാതിരിക്കുന്നത് നല്ലത്. ബ്ലാക്ക് കോഫി എല്ലാവരും ശീലിക്കണം എന്ന് പറയുന്നത്. കാരണം ചില ആൾക്കാർ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് എൻ്റെ കൺട്രോളിലല്ല. ഈ കിഡ്നി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതൊക്കെ അതിൽ ഇതില്ല. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ ബ്ലാക്ക് കോഫി